ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രുചി കുക്സ്. നമുക്കിന്ന് പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. പനീർ ബട്ടർ മസാല തയ്യാറാക്കാൻ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പനീറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തത്, 2 തക്കാളി, 2 സവാള, 4 അല്ലി വെളുത്തുള്ളി, 1 ക്യാരറ്റ്, 1 ടേബിൾ സ്പൂൺ പനീർ ബട്ടർ മസാല, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ഉപ്പ്, കുറച്ച് ടൊമാറ്റോ സോസ്. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഗ്രീൻ പീസ് ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യാണ് എടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആയാലും മതി. വളരെ കുറച്ച് നെയ്യ്. അതിനകത്തേക്ക് നമുക്ക് ഈ പനീർ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ചുവന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുവന്ന് തുടങ്ങണം, അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഇത് ചിലതൊക്കെ ഇന്ന് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ വലിയ കഷ്ണമായിരുന്നു. ഇനി നമുക്കതിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ കിച്ചണിൽ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് എടുക്കാം. ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. ഇനി നമുക്ക് തക്കാളിയും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. എന്നിട്ട് അരയ്ക്കാനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, പനീർ ബട്ടർ മസാല, പച്ചമുളകൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടിക്കിട്ടിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് വാട്ടിയെടുക്കണം. ഇത് തണുക്കുമ്പോൾ നമുക്കിനി അരച്ചെടുക്കണം. ചൂടെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ബാക്കി സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. അതിന് നേരത്തെ എടുത്ത് വെച്ചിരുന്ന 2 സവാളയിൽ നിന്ന് കുറച്ച് സവാള ഞാൻ കട്ട് ചെയ്തപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാദ്യം നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ അതോ വെളിച്ചെണ്ണയോ. നമുക്ക് ഇതിനകത്ത് ക്യാരറ്റ് ഇടാം. ഇത് ഏതെങ്കിലും വെജിറ്റബിൾസ് ഇല്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ. ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിത് പനീർ ഇല്ലാണ്ട് ഇതേപോലെ ഈ ഗ്രേവി തയ്യാറാക്കി ഈ ക്യാരറ്റും ഗ്രീൻ പീസും ഈ സവാളയും മാത്രമാക്കിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പനീർ ഇപ്പം കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പനീർ ഉണ്ടെങ്കിലേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കൂട്ടം ചപ്പാത്തിയോടൊപ്പം കഴിക്കാൻ പറ്റും നമുക്ക്. ഞാൻ മിക്കവാറും അങ്ങനെ തന്നെയാണ് തയ്യാറാക്കുന്നത്. പനീർ ഇടയ്ക്ക് മാത്രമേ ഞാൻ വാങ്ങി അങ്ങനെ പനീർ കൂടി ഇടാറുള്ളൂ. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ടൊക്കെ ചേർക്കാം. നമുക്ക് ആ ഗ്രേവി തയ്യാറാക്കുന്ന കൂട്ടത്തിൽ
അതിനോടൊപ്പം കാഷ്നട്ട് കൂടി വഴറ്റിയിട്ട് ചേർക്കാം. കുറച്ചും കൂടി കൊഴുപ്പൊക്കെ കിട്ടും. കാഷ്നട്ടും പനീറോ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൂട്ടാൻ തയ്യാറാക്കാൻ പറ്റും. ക്യാരറ്റും സവാളയൊക്കെ നന്നായിട്ട് വാരിയിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ഞാൻ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ജാറും കൂടി കഴുകിയിട്ട് നന്നായിട്ട് അതിനകത്തേക്ക് ചേർക്കാം. നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 4 സ്പൂൺ ചേർക്കണം കേട്ടോ. ഇനി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഞാനിവിടെ 2 മിനിറ്റ് നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയിലയും കസൂരി മേത്തിയും കൂടി ഇടാം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കസൂരി മേത്തി കുറച്ച് നന്നായിട്ടൊന്ന് ഇതാക്കി നമ്മളിതിന് എവിടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, പൂരി, ഞാൻ ഇതിൻ്റെയൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.